ഇപ്പോൾ വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഓളങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിനെ പുറത്തിറക്കി ട്രംപ് അധികാരത്തിലേറി വന്നു. ആ ട്രംപിനെ കൊണ്ട് ഇന്ന് അമേരിക്കയും ബുദ്ധിമുട്ടാ, ലോകരാജ്യങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കൊച്ചു കേരളത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയിച്ചു വന്നൊരു MLA ഉണ്ട് നമുക്ക് പാലക്കാട്. ആ MLA നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ നിർത്തരുത് എന്ന് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ, സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അതിലൂടെ വിജയം കരിക്കാം. പക്ഷെ ആ MLA വിജയിച്ചു വന്നിട്ട് കേരളത്തിലെ സ്ഥിതി എന്താണുള്ളത്? കേരളത്തിലെ സ്ഥിതി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കുടിക്കേണ്ടി വന്നു. യെസ്, ഇല്ലല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ. പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. ഓ, സംസ്ഥാന കമ്മിറ്റി ഇല്ല, അത് 2018 ഞാൻ ഒഴിഞ്ഞിരുന്നു. ദേശീയ കമ്മിറ്റി അതില്ല, ഞങ്ങൾ വെറും ക്ഷണിതാക്കൾ മാത്രമാണ്. അത് ഈ പാർട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സെക്രട്ടേറിയറ്റ് എന്ന് പറയും, ഇടക്ക് ക്ഷണിതാക്കൾ എന്ന് പറയും. എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ലീഗ് മെമ്പർഷിപ്പ് ഇത് എന്ത് ഈ കൊല്ലത്ത് അവർ തരാൻ നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. 2022 മെമ്പർഷിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് തുടരും. നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീഗായിരിക്കും. കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇന്നുകളിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ നാളെ ഇല്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നുകളിൽ ഞാൻ പറയുന്നു. യെസ്, ചോദിക്കാം. അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല വനിതാ എന്നല്ല, ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവർ തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല, വ്യക്തി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഓ, അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യെസ്, അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യമേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖ് അലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്, നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പം 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.